1950 മുതൽ ജനസംഘത്തിന് കൗൺസിലറുള്ള ഈ സ്ഥലത്ത് ഇത്തവണെങ്കിലും ജയിച്ച് കയറുമെന്നുള്ള പ്രതീക്ഷ പൊതുവുണ്ട്, ദേശീയ നേതൃത്വത്തിന് പോലും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കോട്ടകളിൽ പോലും വോട്ട് ചിതറിപ്പോയൊരു സാഹചര്യം ഉണ്ടായി. എവിടെയാണ് വീഴ്ച പറ്റിയത്? അത് പരിശോധിക്കേണ്ടതാണ്. ഇപ്പോഴല്ല പരിശോധിക്കുക, ഇവിടെ വെച്ച് ചാനലിൻ്റെ മുമ്പത്തല്ല പരിശോധിക്കുക. ഇന്നലെ റിസൾട്ട് വന്നിട്ടുള്ളൂ, ഒന്ന് പരിശോധിക്കട്ടെ. അങ്ങാടി തോറ്റാൽ അമ്മയോട് ആർക്കും വേണ്ട, അതാർക്കും വേണ്ട. അങ്ങാടി തോറ്റാൽ അങ്ങാടി നോക്കിയാൽ അത് അമ്മയോട് കാട്ടും. രഘുനാഥിൻ്റെ ബൂത്തിൻ്റെ കാര്യം നോക്കിയാൽ മതി. ഞങ്ങൾക്ക് ഞങ്ങളുടെ ബൂത്തിൽ, എൻ്റെ ബൂത്തിൽ 822 വോട്ട് പോൾ ചെയ്തപ്പോൾ 666 വോട്ട് എൻ്റെ പാർട്ടിക്കാണ്. രഘുനാഥിന് പറ്റുമോ? അയാളുടെ ബൂത്തിൽ രഘുനാഥിന് പറ്റുമോ? അയാളുടെ ഉത്തരവാദിത്വമല്ലേ ഇത് ചലിപ്പിക്കേണ്ടത്. അയാൾക്ക് അത് പറ്റിയില്ലെങ്കിൽ അയാൾ സാധനം രാജിവെക്കണം. അതല്ലേ രഘുനാഥ് കൗൺസിലർമാരുടെ ചീത്ത പോലെയാണ്. കൗൺസിലർമാർ വളരെ പണിയെടുത്തിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ജയിച്ചതാണ്. ആരും ഔദാര്യം കൊണ്ടൊന്നുമില്ല. പാർട്ടിയുടെ പിന്തുണയും കൗൺസിലർമാരുടെ അധ്വാനമാണ് ചെയ്യാം. ഇത് രഘുനാഥിൻ്റെ അധ്വാനം ഇവിടെ ഒന്നുമില്ല. ഈ നഗരസഭാ ഭരണത്തിന്റെ ഒരു പ്രശ്നമാണ് എന്നുള്ളത് പറയുന്നുണ്ട്. നഗരസഭാ ഭരണം ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരു കളവുമില്ലാതെ വികസന രംഗത്ത് ഒരുമിച്ച് കൊണ്ടുപോകാൻ പ്രമീള സുധീരന് സാധിച്ചിട്ടുണ്ട്. ഈ സംസ്ഥാന ഗവൺമെൻറ്റിന് ഇപ്പോൾ കേന്ദ്രം നിശ്ചയിക്കുന്ന, ലോകസഭയിൽ നിശ്ചയിക്കുന്ന ബില്ലുകൾ തടയാൻ ഈ പിണറായി വിജയനോ KD സതീശനോ സാധിക്കുമോ? നടപ്പാക്കണ്ടേ? കേരളത്തിൽ സംസ്ഥാന ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനം, പാലക്കാട് നഗരസഭ തീരുമാനം നടപ്പാക്കണം. അവർ ഞങ്ങൾക്ക് തരുന്ന ഗ്രാൻറ്റുകൾ തരുന്നില്ല. അതിനാണ് UDF കേരളം മുഴുവൻ സമരം നടത്തിയത്. UDF കൗൺസിലേഴ്സ് പിണറായി വിജയനും MP രാജേഷും പാലക്കാട് നഗരസഭയെ നെക്കിക്കൊല്ലാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് കൃഷ്ണകുമാർ വേണ്ട മറ്റൊരാളെ പരിഗണിക്കണമെന്ന് നിങ്ങൾ കൗൺസിലർമാരെ ആവശ്യപ്പെട്ടിരുന്നു? ഞങ്ങൾ അതിപ്പോൾ പറയേണ്ടതല്ല. കഴിഞ്ഞില്ല, ഇലക്ഷൻ കഴിഞ്ഞില്ല. ഞങ്ങൾ തോൽവി സമ്മതിക്കുന്നു, ജനവിധി അംഗീകരിക്കുന്നു. എന്നും കണ്ട് മടുത്ത ഒരാളിനെ സ്ഥാനാർത്ഥിയായി പലരും ചോദിച്ചിരുന്നു, ഇയാളല്ലാതെ വേറെ ആളില്ല എന്നൊക്കെ പല വോട്ടർമാരും. ശിവരാജേട്ടന് നേരിട്ടില്ലായിരുന്നു. അതൊന്നും എന്നെ പ്രസക്തിയില്ല. ഞങ്ങൾ പറയേണ്ടത് നേതൃത്വത്തോട് സ്ഥാനാർത്ഥികൾക്ക് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനെ കുത്തിപ്പൊക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഈ പാലക്കാട് നഗരത്തിൻ്റെ അതിർത്തി അറിയും. ഈ രഘുനാഥ് പറഞ്ഞ ആൾ 6 മാസം ഇവിടെ താമസിക്കുന്നുണ്ട്, ഒരു കൊല്ലമായിട്ട്. അയാൾക്ക് പാലക്കാട് നഗരത്തോട് 4 അതിർത്തികൾ അറിയൂ. പാലക്കാട് നഗരത്തിലെ പ്രവർത്തകരെ അറിയൂ. മെട്രോ ശ്രീധരൻ മത്സരിക്കുമ്പോൾ പ്രവർത്തിച്ചതിൻ്റെ 50% പ്രവർത്തകർ നിരാശരായിട്ടിരിക്കുക. അവരെ അടക്കാൻ ഇയാൾക്ക് സാധിച്ചോ? ഇയാൾക്ക് സാധിച്ചിട്ടില്ല. കൃഷ്ണകുമാർ പറയുന്നത് ശിവരാജേട്ടനാണ് കൃഷ്ണകുമാറിനേക്കാൾ കൂടുതൽ തവണ മത്സരിച്ചത്. 50 തവണ കൃഷ്ണകുമാറിന്റെ ഞാൻ ജയിച്ചിട്ടുണ്ട്. ഞാൻ 7 തവണ മത്സരിച്ചിട്ട് 7 തവണയും ഞാൻ ജനങ്ങളുടെ പിന്തുണ, മുസ്ലിം സഹോദരന്മാരടക്കം എനിക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവരായിട്ട് ഞാൻ ബന്ധം വളരെ ഹൃദയബന്ധം. അയാൾ എന്ത് ചെയ്തു? ഞാൻ ഓഫീസിൽ പോകാറില്ല. ഇലക്ഷൻ സമയത്ത് ഓഫീസിൽ ഇരിക്കേണ്ടതല്ല ഉത്തരവാദിത്വം, വീടുകളിൽ പോകേണ്ടത്. ആ പണിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഈ ഇലക്ഷനിൽ രഘുനാഥും ജില്ലാ പ്രസിഡന്റ് എന്ന ഉത്തരവാദിത്വം 59 നമ്പർ ബൂത്തിൻ്റെയാണ്. ഞാൻ 59 നമ്പർ പാലക്കാട് മണ്ഡലത്തിലെ ബൂത്തിൻ്റെയാണ്. അത് എൻ്റെ ബൂത്താണ്, ഓൺ ബൂത്ത്. എന്നെ സഹായിക്കാൻ പത്തനംതിട്ടത്താൾ, കോഴിക്കോട്ടത്താൾ, കോട്ടയത്താളൊക്കെ എൻ്റെ ബൂത്തിലുണ്ട്. ഞാൻ പോയാലേ എനിക്ക് വോട്ട് കിട്ടുള്ളൂ. 822 വോട്ട് പോൾ ചെയ്തപ്പോൾ അതിൽ 80% വോട്ട് BJPക്ക് വാങ്ങിയ ആളാണ് ഞാൻ. ഇത് കേരളത്തിൽ ഏതെങ്കിലും BJP നേതാക്കന്മാർക്ക് ഈ അഭിമാനം പറയാൻ പറ്റുമോ? ഞാൻ പറയുന്നു, 80% വോട്ട് എൻ്റെ ബൂത്തിൽ വാങ്ങിയതാണ്. 88 മുതൽ ഞാൻ ജയിച്ച ശേഷം 80% കുറഞ്ഞ വോട്ടേ ഇല്ല. കഴിഞ്ഞ കൂടി കൃഷ്ണകുമാർ മത്സരിക്കുമ്പോൾ വാങ്ങിയതിനും വെച്ച് 40 വോട്ട് കൂടുതൽ എത്തണം.